ആഫ്റ്റർനൂൺ ഓൾ. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറ്റാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കളക്ഷനാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ കളക്ഷൻ എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താണ്? കേളി ബ്രാക്കറ്റ്. ഓക്കെ, കളക്ഷൻ എന്ന് പറയുമ്പോഴേക്കും മനസ്സിൽ വരേണ്ടത് എന്താണ്? മീൻസ് കേളി ബ്രാക്കറ്റ്. ഇനി ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യും? കോമയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പം എ എന്നൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. എ ഈസ് ഈക്വൽ ടു 2, എക്സ് രണ്ട് വാല്യൂസ് വെച്ചിട്ടാണ് ഞാൻ ഈ സെറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കിതിനെ പ്രിൻറ്റ് ചെയ്യണം, എലമെൻറ്റ് കാണണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പ്രിൻറ്റിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? പ്രിൻറ്റിന് ശേഷം പരാന്തസിസ് കൊടുക്കുക, നമ്മളുടെ സെറ്റിൻ്റെ പേരെന്താണോ അത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ എലമെൻറ്റ്സ് ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു വരും 2, എന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, അൺഓർഡേർഡ് ആയിരിക്കും. അൺഓർഡേർഡ് എന്ന് പറയാനായിട്ട് പറയുവാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 2 ഉണ്ട്, എക്സും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എവിടെ വേണമെങ്കിലും ഈ എക്സും 2ഉം കിടക്കാം. അതായത് ഫസ്റ്റ് പൊസിഷനിൽ തന്നെ 2 വേണം എന്നൊരു നിർബന്ധമില്ല. ഫസ്റ്റ് പൊസിഷന് വേണമെങ്കിൽ എക്സ് വരാം, അല്ലെങ്കിൽ 2 വരാം. ഇപ്പോൾ 10 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 10 നമ്പേഴ്സും 10 ഡേറ്റ ഉണ്ടെങ്കിൽ 10 ഡേറ്റയും പല പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. ഓക്കെ, സോ ഇപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിലേക്ക് ഞാൻ കൊടുക്കുന്ന വാല്യൂസ് 10, എക്സ്, 5, 3, വൈ, ഇസഡ് എന്നും പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിനെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇത് സെറ്റ് പ്രിൻ്റ് ആവും. സെറ്റ് പ്രിൻ്റ് ആകുമ്പോഴേക്കും ഇതിന് റാൻഡം കളക്ഷൻ. നമ്മളൊരു ബാഗിനകത്തേക്ക് കുറേ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ റാൻഡമായിട്ട് ഇടുക. അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങൾ ഇടുവാണെങ്കിൽ അത് ബാഗിൽ എവിടെയെങ്കിലും ആയിരിക്കത്തില്ല കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പോയി എടുക്കുമ്പോഴേക്കും അത് പല പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും നമ്മളതിനെ പറക്കിയെടുക്കുന്നത്. ആദ്യം ഇട്ട ഡേറ്റ തന്നെ ആദ്യം തന്നെ നമുക്ക് കളക്ട് ചെയ്യണം പറ്റണം എന്നില്ല. അപ്പോൾ ഒരു അൺഓർഡേർഡ് ആയിട്ടുള്ള കളക്ഷനാണ് സെറ്റ് പോലെ തന്നെ എന്തെന്നും പറയുന്നത്, ഡിക്ഷണറി പോലെ തന്നെ സെറ്റും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കുക, ഇവിടെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 5, ഇസഡ്, 3, 10 അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് എലമെൻറ്റ്സ് പ്രിൻ്റ് ഔട്ട് ആവുക. ബാക്കിയുള്ളത് ഞാൻ എഴുതുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഡോട്ട് ഇട്ടേക്കുന്നത്. അങ്ങനെ ആയിരിക്കത്തില്ല, എല്ലാ എലമെൻറ്റ്സും 1 by 1 ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. ഇനി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ എലമെൻറ്റിൻ്റെ ഒക്കറൻസ് ഒരു തവണ മാത്രമേ നമുക്ക് സെറ്റിൽ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഫോർ ആൻ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഇതൊരു വലിയ സെറ്റല്ല, ഞാനൊരു ചെറിയ സെറ്റ് വെച്ചിട്ട് പറയാം. ഇപ്പം എ ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10ഉം എക്സും മാത്രം എലമെൻറ്റ്സ് ആയിട്ടുള്ളൊരു സെറ്റാണെന്ന് വിചാരിക്കുക. അതിലേക്ക് ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു? സെയിം എലമെൻറ്റ് തന്നെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല. ജസ്റ്റ് 10, എക്സ്, എഗെയിൻ 10 കൊടുക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? പ്രിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുക? എയുടെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യും. അപ്പോഴേക്കും നമുക്ക് കിട്ടുന്ന സെറ്റ് എങ്ങനെയായിരിക്കും? 10, എക്സ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പ്രിൻറ്റ് ചെയ്ത് വരത്തുള്ളൂ. ഇവിടെ നമ്മൾ രണ്ടാമത് കൊടുത്ത ഡേറ്റ എലമെൻറ്റിനെ നമ്മുടെ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അതായത് ഒരു ഡേറ്റയുടെ ഒരു തവണത്തെ ഒക്കറൻസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. നമ്മൾ നോർമലി മാത്സിൽ പഠിക്കുന്ന സെറ്റില്ലേ, അത് തന്നെയാണ് ആൾ. ഓക്കെ, അപ്പം സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ ഡേറ്റ ടൈപ്പാണ്. അതിൽ കുറച്ച് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഓർഡേർഡ് ആണ്. ഇനി ഒരു എലമെൻറ്റിൻ്റെ ഒക്കറൻസ് ഒരു തവണ മാത്രമേ ഉണ്ടാവത്തുള്ളൂ സെറ്റിൽ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ പേരെന്താണ്? സെറ്റ് എന്നുള്ള മെത്തേഡ്. ഈ മെത്തേഡിൻ്റെ പേരെന്താണ്? സെറ്റ്. സ്മോൾ കേസിൽ സെറ്റ് എന്ന് എഴുതിയിട്ട് പരാന്തസിസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമ്മൾ ഈ പരാന്തസിസിനകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, അതൊരു ട്യൂപ്പിൾ ആയിക്കോട്ടെ, ഒരു ലിസ്റ്റ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ സെറ്റ്. ഒരു ട്യൂപ്പിളിനെയോ ഒരു ലിസ്റ്റിനെയോ എന്ത് വേണമെങ്കിലും നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫോർ ആൻ എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ നമ്മുടെ കയ്യിൽ സെറ്റാക്കാൻ വേണ്ടി ഞാനൊരു ലിസ്റ്റ് കൊടുക്കാൻ പോവാം. ലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും എന്തായിരിക്കും? സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരിക്കും എലമെൻറ്റ്സ് കൊടുക്കുക. ഞാൻ 10, എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് കൊടുത്തു. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു? സെറ്റാക്കാൻ പറഞ്ഞു. സോ സെറ്റ് ഓഫ് 10, എ. ഇതെന്താണ്? ഒരു വേരിയബിളിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്തു. ഞാൻ ആ ഒരു വേരിയബിളിൻ്റെ പേര് എക്സ് എന്ന് വിളിച്ചെന്ന് വിചാരിക്കുക. എനിക്ക് എക്സിൻ്റെ കണ്ടൻറ്റ് പ്രിൻറ്റ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്തു? പ്രിൻറ്റ് ഓഫ് എക്സ് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ എക്സിലിരിക്കുന്ന എന്താണ്? സെറ്റാക്കി മാറ്റിയ ഒരു ലിസ്റ്റാണ്. ഈ ലിസ്റ്റിനകത്തുള്ള എലമെൻറ്റ്സ് എന്താണ്? 10ഉം എയുമാണ് ലിസ്റ്റിനകത്തുള്ള എലമെൻറ്റ്സ്. അതിന് ഞാൻ എന്താക്കി മാറ്റാൻ പറഞ്ഞു? സെറ്റാക്കി മാറ്റാൻ പറഞ്ഞു. സോ പ്രിൻറ്റ് ഓഫ് എക്സ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണാൻ പറ്റും. എങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നത്? ഈ സെറ്റ് ഇപ്പോൾ എന്തായി മാറി? ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലുള്ളത് ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിനെ എന്താക്കി മാറ്റി? ഒരു സെറ്റാക്കി മാറ്റി. ഓക്കെ, സോ 10, എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റാക്കി മാറ്റി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സെറ്റാക്കി മാറ്റാൻ വേണ്ടി ട്യൂപ്പിൾ കൊടുത്ത് നോക്കാം. ട്യൂപ്പിളിനെ നമ്മളെപ്പോഴും എങ്ങനെ എഴുതുക? ഒരു പരാന്തസിസിനകത്തായിരിക്കും എഴുതുക. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ 2ഉം 4ഉം എന്നുള്ള വാല്യൂസ് ഉള്ളൊരു ട്യൂപ്പിളാണ് എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അതിനെ ഞാൻ എന്താക്കി മാറ്റാൻ കൊടുത്തു? സെറ്റാക്കി മാറ്റാൻ കൊടുത്തു. സെറ്റാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് 2, 4 കൊടുക്കണം. അതിനെ ഞാനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു, y എന്ന്. ഞാൻ ചുമ്മാ ഒരു പേരിട്ട് കൊടുക്കുന്നതേ ഉള്ളേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെ കണ്ടൻറ്റ് ഒന്ന് കാണാൻ വേണ്ടി ഞാനതിനെ പ്രിൻറ്റ് ചെയ്ത് നോക്കി. സോ പ്രിൻറ്റ് y കൊടുത്തു. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ടിൽ കാണാൻ പറ്റുന്നത് എന്തായിരിക്കും? സെറ്റ് ഫോമിലായിരിക്കും ആരിയിരിക്കുന്നത്? 2ഉം, 4ഉം. ഇങ്ങനെ മാറ്റുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താ? ഇതിപ്പം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സെറ്റിനകത്ത് ലിസ്റ്റിൻ്റെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഇതൊരു സെറ്റിൻ്റെ പ്രോപ്പർട്ടി മാത്രമേ ഇത് ഒബേ ചെയ്യത്തുള്ളൂ.
അതേപോലെ തന്നെ ഇതും എന്തായി മാറി, ഇതൊരു ട്യൂപ്പിളായിരുന്നു. ട്യൂപ്പിളിൻ്റെ എല്ലാ ഫംഗ്ഷൻസും ഇനി വർക്കൗട്ട് ആവത്തില്ല. അതിനകത്ത് സെറ്റിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വർക്കൗട്ട് ആവത്തുള്ളൂ. അപ്പോൾ അതാണ് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ഒരു ഡേറ്റ ചേഞ്ച് ചെയ്താലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ പഠിച്ച എന്താണ് സെറ്റ് എന്നുള്ളൊരു മെത്തേഡ്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ടു ക്രിയേറ്റ് എ സെറ്റ്. അതൊരു ലിസ്റ്റിൽ നിന്നോ ഒരു ട്യൂപ്പിളിൽ നിന്നോ നമുക്കൊരു സെറ്റ് ഫോമുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ പേരാണ് സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ 2 എക്സാമ്പിൾസും കണ്ടാൽ മനസ്സിലാവുമല്ലോ. സെറ്റ് ചെയ്തു, അപ്പോൾ അതിനെ പ്രിൻറ്റ് ചെയ്തപ്പോഴേക്കും ഇങ്ങനെ കിട്ടി. എഗെയിൻ ഒരു ട്യൂപ്പിളിനെ കൊടുത്തു, അതിനെ എന്താക്കി മാറ്റി, ഒരു കളക്ഷൻ, ഒരു ലിസ്റ്റാക്കി മാറ്റി. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിനകത്ത് എലമെൻസിനൊന്നും ഒരു പർട്ടിക്കുലർ ഓർഡർ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും ഇൻഡെക്സ് ബേസിസിൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഓർ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രിൻറ്റ് ആൻ ആർബിട്രറി എലമെൻറ്റ് ഓഫ് ദ സെറ്റ്. അതായത് ഇതിന് ശരിക്കും ഒരു പൊസിഷൻ ഇല്ല. ഓരോ എലമെൻറ്റും പല പല സ്ഥലങ്ങളിലാണ് കിടക്കുന്നത്. സേ എ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് 10ഉം 5ഉം പിന്നെന്താ എക്സും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പറയുവാണ് പ്രിൻറ്റ് എ ഓഫ് എന്താ, എയുടെ ആദ്യത്തെ എലമെൻറ്റ്. ഏതിൻ്റെ ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഓഫ് 0 അല്ലേ. ഇൻഡെക്സ് എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ്, തെറ്റിപ്പോകരുത്. പ്രിൻറ്റ് എ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്, എയുടെ 0th പൊസിഷനിലുള്ള എലമെൻറ്റ്. ഇങ്ങനെ പറയാനായിട്ട് നമുക്ക് പറ്റുമോ? കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ആൻ അൺഓർഡേർഡ് കളക്ഷൻ. അൺഓർഡേർഡ് കളക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു എലമെൻറ്റും ഒരു പർട്ടിക്കുലർ പൊസിഷനിലായിരിക്കത്തില്ല ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷനിൽ പോയിട്ട് ഒരു എലമെൻറ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഒരു എറർ മെസ്സേജ് ആയിരിക്കും നമുക്ക് ജനറേറ്റ് വരിക. റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബ്ജക്റ്റ് ഈസ് നോട്ട് സബ്സ്ക്രിപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റിന് എന്തില്ല, ഒരു പൊസിഷണൽ ബേസിസിലൊരു വാല്യൂവിനെ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ബിക്കോസ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺഓർഡേർഡ് കളക്ഷനാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു സെറ്റിനകത്തുള്ള എലമെൻസിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എന്താണ്, ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ട്രാവേഴ്സൽ ചെയ്യുന്നത് എല്ലാ ഡേറ്റ ടൈപ്സിലും. അതേപോലെ തന്നെ എലമെൻസിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്, ഫോർ ലൂപ്പ് തന്നെയാണ്. സേ എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്തെടുക്കാം, നമ്മൾ സാധാരണ പഠിച്ച പോലെ തന്നെ ഫോർ ഐ അതിനെ കണക്ട് ചെയ്യുന്നത് ആരെയാണ്, ഇൻ എന്നുള്ള ഓപ്പറേറ്റർ വെച്ച് കണക്ട് ചെയ്യും. നമ്മുടെ സെറ്റിൻ്റെ പേരെന്താണ്, എ. ഫോർ ഐ ഇൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ എന്നുള്ള എലമെൻറ്റിലേക്ക് എ എന്ന് പറഞ്ഞുള്ള സെറ്റിലുള്ള ഓരോ എലമെൻറ്റ്സും വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ നമ്മൾ എന്ത് ചെയ്തു, പ്രിൻറ്റ് ചെയ്തു. സോ പ്രിൻറ്റ് ഐ എന്ന് പറയുമ്പോഴേക്കും എയിലുള്ള ആദ്യത്തെ എലമെൻറ്റ് എവിടെ വരും, ഐയിലേക്ക് വരും. എയിലുള്ള ആദ്യത്തെ എലമെൻറ്റ് എന്താണ്, 10 വരും. അതിനുശേഷം എന്താണ്, രണ്ടാമത്തെ എലമെൻറ്റ് വരും. രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 5 വരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, മൂന്നാമത്തെ എലമെൻറ്റ് വരും. വാട്ട് ഈസ് ദാറ്റ്, എക്സ്. സോ 10, 5, എക്സ് എന്നുള്ള വാല്യൂസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനകത്തുള്ള എക്സാക്ട് വാല്യൂസ് ആണ് എടുക്കുന്നത്, കേർലി ബ്രാക്കറ്റ് വെച്ചിട്ടല്ല. എലമെൻറ്റ് ബൈ എലമെൻറ്റ് നമുക്ക് ഷോക്കേസ് ചെയ്യണമെങ്കിൽ, ലിസ്റ്റ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക എലമെൻറ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെറ്റിനകത്തുള്ള കണ്ടൻറ്റാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യിച്ചേക്കുന്നത്. ആ കണ്ടൻറ്റ് ഓരോന്നും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, നോക്കിക്കുക, ഇവിടെ ഫിബിനോസി എന്നുള്ളൊരു സെറ്റുണ്ട്. ആ ഫിബിനോസിയുടെ കണ്ടൻറ്റ് പ്രിൻറ്റ് ചെയ്തേക്കുവാണ്, പ്രിൻറ്റ് ഫിബിനോസി. അപ്പോൾ എന്താ വ്യത്യാസം വന്നേക്കുന്നത്, ഇതൊരു കേളി ബ്രാക്കറ്റിനകത്തായിരിക്കും ഈ എലമെൻറ്റ്സ് എല്ലാം കാണിക്കുക. ഇവിടെ റെപ്പറ്റീഷൻ ഉണ്ടായിരുന്നു 1, അത് ഒരു തവണ മാത്രമേ പ്രിൻറ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ 2, 3, 5 എല്ലാ എലമെൻറ്റ്സും വരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ കേളി ബ്രാക്കറ്റ് ഇല്ലാണ്ട് പ്രിൻറ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4 ഐ ഇൻ, ഇവിടുത്തെ സെറ്റിൻ്റെ പേരെന്താണ്, ഫിബിനോസി, FIBONACCI. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. സോ എന്ത് ചെയ്യും, പ്രിൻറ്റ് ഓഫ് ഐ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഓരോ എലമെൻറ്റ്സും ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. എങ്ങനെ വരിക, 0, 1, 2, 3, 5. റൈറ്റിലോട്ടാണ്, എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എഴുതാൻ പറ്റില്ല. 0, 1, 2, 3, 5 എന്നുള്ള രീതിയിൽ പ്രിൻറ്റ് ചെയ്ത് വരും, അവിടെ നമ്മൾ എൻഡ് സ്പേസ് കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഇതിനകത്തുള്ള സെറ്റ് ഓപ്പറേഷൻസ് ആണ്. അപ്പം നമുക്കിപ്പോൾ ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യണമെങ്കിലും ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നോക്കിക്കുക, ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമൽ ആഡ് ഓപ്പറേഷനും ഉണ്ട്, അതേപോലെ തന്നെ അപ്ഡേറ്റ് ഉണ്ട്, ആഡും അപ്ഡേറ്റും ഉണ്ട്. ഇനി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്താണ്, ഒരു എലമെൻറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, റിമൂവ് മെത്തേഡും ഉണ്ട്. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ പോകും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഒരു എലമെൻറ്റ് വൈസ് നമുക്ക് ലിസ്റ്റിനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് കൊടുക്കാം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എലമെൻറ്റ് ആയതുകൊണ്ട് ഈ ആഡിനകത്ത് അതേപോലെ തന്നെ അപ്ഡേറ്റിനകത്ത് വേണം നമ്മൾ ആ എലമെൻറ്റിനെ മെൻഷൻ ചെയ്യാൻ. നോക്കിയേ, ഈവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റുണ്ട്. ആ സെറ്റിലേക്ക് നമുക്ക് പുതിയൊരു എലമെൻറ്റിനെ ആഡ് ചെയ്യണം. അപ്പോൾ റാൻഡമായിട്ട് എവിടെയെങ്കിലും ആയിരിക്കും ഈ പുതിയ എലമെൻറ്റ് വന്ന് സേവ് ആവുന്നത്. നോക്കിയേ, 2, 4, 8, 10 ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സിൻടാക്സ് എപ്പോഴും ഓർത്തിരിക്കേണ്ട എന്താണ്, ആഡ് എന്നാണ് മെത്തേഡിൻ്റെ പേര്. ആഡിനകത്ത് നമ്മൾ ആഡ് ചെയ്യപ്പെടേണ്ട ഡേറ്റ പറഞ്ഞു കൊടുക്കണം. ഇനി നമ്മൾ ആരെയാണോ ആഡ് ചെയ്യേണ്ടത്, ഏത് സെറ്റിലോട്ടാണോ ആഡ് ചെയ്യേണ്ടത്, അതിൻ്റെ പേര് വേണം ആദ്യം കൊടുക്കാൻ. ഇവിടെ നമുക്ക് എന്താണ്, ഈവൻ എന്നാണ് നമ്മുടെ സെറ്റിൻ്റെ പേരെങ്കിൽ ഈവൻ ഡോട്ട് ആഡ്, തെറ്റിപ്പോകരുത്. സോ ഈവൻ ഡോട്ട്
എന്ത് കൊടുക്കുക, ആഡ് ചെയ്യേണ്ട എലമെൻറ്റ്. സോ 6. ആഡ് എപ്പോഴും ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷനാണെങ്കിൽ എപ്പോഴും പാരാന്തസിസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു ലിസ്റ്റിനകത്തേക്ക് ഈ ഒരു സെറ്റിനകത്തേക്ക് എലമെൻറ്റ് ആഡ് ആവും. ഇതിനകത്ത് ഇങ്ങനെ അറിയാൻ വേണ്ടി കറക്റ്റ് ഓർഡറിൽ എഴുതി കാണിച്ചേക്കുവാണ്. ചിലപ്പം അവസാനമായിരിക്കും, ചിലപ്പോൾ ആദ്യമായിരിക്കും, ചിലപ്പോൾ മിഡിലായിരിക്കും, തോന്നുന്ന സ്ഥലത്തായിരിക്കും എലമെൻറ്റ് പോയി എന്ത് ചെയ്യുന്നത്, സേവ് ആവുന്നത്. ആഡിനങ്ങനെ സെറ്റിനകത്ത് ആഡിനൊരു സ്പെസിഫിക് ലൊക്കേഷൻ ഇല്ല. ഓക്കെ, അടുത്ത് നോക്കിക്കേ, അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നമുക്ക് ഒരു എലമെൻറ്റിനെ മാത്രമേ നമുക്ക് ആഡ് വഴി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഈ ഒരു സെറ്റിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് വരണം എന്നുണ്ടെങ്കിൽ നമ്മളതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരെന്താണ്, അപ്ഡേറ്റ് സെറ്റ്. ഓക്കെ, സോ അപ്പോൾ എന്താണ് നമ്മുടെ ഇവിടുത്തെ സെറ്റിൻ്റെ പേരെന്താണ്, എപ്പോഴും ആഡും അപ്ഡേറ്റും നമ്മളെങ്ങനെ എഴുതേണ്ടത്, നമ്മുടെ സെറ്റിൻ്റെ പേര് ആദ്യം പറഞ്ഞു കൊടുക്കുക. സെറ്റിൻ്റെ പേരെന്താണ്, ഓഡ് ഡോട്ട്. അതായത് എപ്പോഴും ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യേണ്ട എന്താണ്, ഏതാണോ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റ് അത് പറഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ പറഞ്ഞു കൊടുക്കുക. എന്താ നമുക്ക് ചെയ്യാനുള്ള ഓപ്പറേഷൻ, അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് അപ്ഡേറ്റ് എന്ന് പറയുന്ന മെത്തേഡിൽ നമുക്ക് എന്തൊക്കെ എലമെൻറ്റ്സ് ആണോ, ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് നമുക്ക് ഒറ്റയടിക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കേളി ബ്രാക്കറ്റിനകത്ത് ഇപ്പോൾ 2,5 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി ഉള്ള സെറ്റിലേക്ക് ആ എലമെൻറ്റ്സ് ആഡ് ചെയ്തോളൂ. നമുക്ക് ഇവിടെ 2 എലമെൻറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്, 5ഉം 11ഉം. സോ നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള എലമെൻറ്റിൻ്റെ കൂട്ടത്തിൽ 1, 3, 5 ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് ആഡായി. 11 ഇവിടെ ഉണ്ടായിരുന്നില്ല, 11ഉം ആഡായി. മനസ്സിലാവുന്നുണ്ടോ? ഒരു എലമെൻറ്റ് മാത്രമാണെങ്കിൽ ആഡ് ഈസ് യൂസ്ഡ് ഫോർ സിംഗിൾ എലമെൻറ്റ്, ദെൻ അപ്ഡേറ്റ് ഈസ് യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ എലമെൻറ്റ്സിനെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആഡും അപ്ഡേറ്റും. ഓക്കെ, ഇൻ എ സെറ്റ്. ഇനി അടുത്ത് നോക്കിക്കേ, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സിംഗിളായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിമൂവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇവരുടെ സിൻടാക്സ് എല്ലാം ഒരുപോലെ തന്നെയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിനകത്തു നിന്നാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ആ സെറ്റിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, പ്രൈംസ് ഡോട്ട്. നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്, റിമൂവ് ചെയ്യണം. എത്ര എണ്ണത്തെ റിമൂവ് ചെയ്യാൻ പറ്റും, ഒറ്റ ഒരെണ്ണത്തെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എലമെൻറ്റ് എന്താണോ, ആ ഒരു ഡേറ്റ എന്താണോ അതിനെടുത്ത് നമ്മൾ കൊടുക്കുക. ഇപ്പം ഞാൻ ഒന്ന് എഴുതി കാണിക്കാമേ. സെലക്ഷനായി, സോ പ്രൈംസ് ഡോട്ട് റിമൂവ് ചെയ്യണം. സോ റിമൂവ്, ഏത് എലമെൻറ്റാണോ റിമൂവ് ചെയ്യേണ്ടത് അത് പാരാന്തസിസിനകത്ത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നോക്കിക്കേ, ഓക്കെ, സോ അപ്പോൾ നമുക്ക് പ്രൈംസ് ഡോട്ട് റിമൂവ് ഓഫ് 9. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു സെറ്റിനകത്തുനിന്ന് 9 കട്ടായി മാറും. അപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ നോക്കിക്കേ, പ്രിൻറ്റ് പ്രൈംസ് എടുക്കുന്ന സമയത്ത് 3, 5, 7, 11 വന്നു, 9 വന്നിട്ടില്ല. ഓക്കെ, ഇനി റിമൂവ് പോലെ തന്നെ ഒരാളാണ് ഡിസ്കാർഡും. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കളയാൻ വേണ്ടി, ഒരു എലമെൻറ്റിനെ കളയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സാണ് റിമൂവും ഉണ്ട് ഡിസ്കാർഡും ഉണ്ട്. ഓക്കെ, സോ ഡിസ്കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റിമൂവിനകത്ത് എലമെൻറ്റ് സപ്പോസ് നമ്മൾ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എലമെൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു എറർ മെസ്സേജ് കാണാൻ പറ്റും. ഓക്കെ, അതായത് എലമെൻറ്റ് ഇസ് നോട്ട്, ഇങ്ങനെ ഒരു എലമെൻറ്റ് ഒരു എറർ മെസ്സേജ് ആണെങ്കിൽ ട്രേസ് ബാക്ക് വരും. അതേസമയം ഡിസ്കാർഡിൻ്റെ കേസിൽ ഒന്നും ഉണ്ടാവത്തില്ല. സപ്പോസ് നമ്മൾ പറയുന്ന ഒരു എലമെൻറ്റ് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്ന എലമെൻറ്റ് 9 ആണ്. ആ എലമെൻറ്റ് ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യും. ഇനി സപ്പോസ് ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് ഇല്ലെന്ന് വിചാരിക്കുക, പ്രൈംസ് ഡോട്ട് ഡിസ്കാർഡ് ഓഫ് 2 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. പ്രൈമിനകത്ത് ആര് വന്നിട്ടില്ല, 2 ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യത്തില്ല, പ്രത്യേകിച്ച് ഒരു മെസ്സേജ് നമുക്ക് കിട്ടത്തില്ല. എലമെൻറ്റ് റിമൂവ് ആയില്ല എന്നുള്ളൊരു മെസ്സേജ് നമുക്കൊരിക്കലും കമ്മ്യൂണിക്കേറ്റ് ആവത്തില്ല. നമ്മൾ എന്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഡിസ്കാർഡാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ. അതാണ് റിമൂവും ഡിസ്കാർഡും തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേർക്കും ഒരൊറ്റ എലമെൻറ്റിനെ മാത്രമേ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. പക്ഷേ റിമൂവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എലമെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു എറർ മെസ്സേജ് വരും. എങ്ങനെ ഓർത്തിരിക്കുന്നത്, റിമൂവിൽ എന്ത് വരും, എറർ വരും. സോ 2 പേർക്കും 6 ഉണ്ട്. അതേസമയം ഡിസ്കാർഡിനകത്ത് എന്തില്ല, റിമൂവിനകത്ത് തുടങ്ങുന്ന തന്നെ 6 അല്ലേ, ഡിസ്കാർഡിനകത്ത് ഒരു 6 ഉണ്ടെങ്കിലും 6നെ നമ്മളങ്ങനെ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, എറർ ഇല്ല, എറർ കാണിക്കുന്നില്ല, നോ എറർ മെസ്സേജ്. എവിടെയാണ്, ഡിസ്കാർഡിൽ. കുഴപ്പമില്ലല്ലോ. അപ്പോൾ റിമൂവ് ഉണ്ട്, ഡിസ്കാർഡും ഉണ്ട്. ഓക്കെ, ഇനി എല്ലാ എലമെൻറ്റ്സിനും നമുക്ക് ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ക്ലിയർ. എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ക്ലിയർ. അപ്പോൾ ക്ലിയറിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിയർ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻ്റ് അല്ല, എല്ലാ എലമെൻറ്റ്സും ഡിലീറ്റ് ആവും. അപ്പോൾ നമുക്ക് പാരാന്തസിസിനകത്ത് പർട്ടിക്കുലർ എലമെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ജസ്റ്റ് ഏതാണോ നമ്മുടെ പ്രൈംസ് എന്നാണ് നമ്മുടെ ലിസ്റ്റിൻ്റെ പേരെങ്കിൽ പ്രൈംസ് ഡോട്ട് എന്ത് കൊടുക്കുക, റിമൂവ് എന്ന് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പ്രൈംസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് കാണും, ആ സെറ്റിൻ്റെ സ്ട്രക്ചർ മാത്രമേ കാണത്തുള്ളൂ. സെറ്റ് എന്ന് പറഞ്ഞ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഔട്ട്പുട്ട് നമുക്ക് വേറെ ഒരു എലമെൻറ്റ് കാണത്തില്ല. മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈംസ് ഡിലീറ്റ് ആയി എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി നമുക്ക് ആക്ച്വലി എന്താ വേണ്ടത്, ഒരു കംപ്ലീറ്റ് ഈ ഒരു സ്ട്രക്ചർ, ഒരു സ്കെലിറ്റൻ പോലും വേണ്ട. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭവത്തെ മുഴുവനായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെൽ സ്ട്രക്ചറിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഡിലീറ്റ്. സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡെൽ. അപ്പം ഡെല്ലിന് ഡോട്ട് ഇല്ല, അത് ഓർക്കണേ. ബാക്കി എല്ലാവർക്കും ഡോട്ട് ഉണ്ടായിരുന്നു. ഡെൽ എന്ന് പറഞ്ഞ് മാത്രം കൊടുത്താൽ മതി. ഡെൽ എന്ത് കൊടുക്കുക, പ്രൈംസ്, ഡെൽ പ്രൈംസ്. ഇവിടെ ഡോട്ട് ഇല്ല. സോ ഡെൽ പ്രൈംസ് എന്ന് പറഞ്ഞാൽ, ഡെൽ പ്രൈംസ് എന്ന് പറയുമ്പോഴേക്കും എന്ത് സംഭവിക്കും, പ്രൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലീറ്റ് ലിസ്റ്റും എന്തായിപ്പോയി അവിടുന്ന്
സെറ്റും എന്തായിപ്പോയി റിമൂവ് ആയിപ്പോയി. സോ നോക്കിക്കേ, പ്രിൻറ്റ് പ്രൈംസ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ആളില്ല, കംപ്ലീറ്റ് അവിടെ തൊട്ട് മുന്നേ തന്നെ എന്ത് ചെയ്തു, ആളെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് പ്രൈംസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്ത് വരും, എറർ മെസ്സേജ് വരും. ബിക്കോസ് അങ്ങനെ പേരിൽ ഒരാളായിട്ട് ഇല്ല, അയാളെ നമ്മൾ എന്ത് ചെയ്തു, റിമൂവ് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞു, ആളെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സോ ഡിലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈപ്പ് ഓഫ് ചെയ്ത് പോകും. ഇനി ആ സ്ട്രക്ചർ പോലും അവിടെ കാണത്തില്ല. അതേസമയം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ കണ്ടന്റിനെ നമ്മൾ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ആ സ്ട്രക്ചർ അവിടെ ഉണ്ടായിരിക്കും, അവിടെ ഒരു സെറ്റ് ഉണ്ട് എന്നുള്ള കാര്യം അവിടെ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓപ്പറേഷൻസിൽ നമ്മൾ മെയിൻലി പഠിക്കേണ്ട എന്താണ്, ഫസ്റ്റ് സെറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സെറ്റ് എന്ന് പറയുന്നത്. ഈ സെറ്റിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു ട്യൂപ്പിളായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഒരു ലിസ്റ്റ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി ഇത് നമ്മൾ ഓരോ എലമെൻറ്റിനെ എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, സാധാരണ ഫോർ ലൂപ്പിനകത്ത് ആ ലിസ്റ്റിൻ്റെ പേര് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി ഒരു എലമെൻസിനെ ആഡ് ചെയ്യുന്നത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആഡും കൊടുക്കാം, അപ്ഡേറ്റും കൊടുക്കാം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ആഡ് ചെയ്യുമ്പോഴേക്കും ഒരു സിംഗിൾ എലമെൻ്റ് ആയിരിക്കും ആഡ് ആവുന്നത്. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ, ഒരു കളക്ഷൻ ഓഫ് എലമെൻസിനെ നമുക്ക് നമ്മുടെ സെറ്റിലേക്ക് ഒറ്റയടിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ എലമെൻ്റ് ആയിരിക്കും റിമൂവ് ആവുന്നത്. ഡിസ്കാർഡ് ചെയ്യുമ്പോഴും എന്തായിരിക്കും, ഒറ്റ എലമെൻ്റ് ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്, മീൻസ് ഡിസ്കാർഡ് ആവുന്നത്. ഇവർ നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ റിമൂവിനകത്ത് എററുണ്ട്, ഡിസ്കാർഡിനകത്ത് എറർ മെസ്സേജ് ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ഓരോ എലമെൻസിനെയും ഒന്നൊന്നായിട്ട് എടുത്ത് കളയുന്നതിന് പകരമായിട്ട് കംപ്ലീറ്റ് എലമെൻസും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ കൊടുക്കാം, ക്ലിയർ കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ എല്ലാം സിൻടാക്സ് എങ്ങനെയാണ്, നമ്മുടെ ലിസ്റ്റിൻ്റെ പേര്, നമ്മുടെ സെറ്റിൻ്റെ പേര് എന്താണ്, സേ എ എന്നാണെങ്കിൽ എ ഡോട്ടാണ് ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത്. എ ഡോട്ടാണ് എന്ത് ചെയ്യുന്നത്, റിമൂവ് വർക്ക് ചെയ്യുന്നത്, എ ഡോട്ടാണ് ഡിസ്കാർഡ് വർക്ക് ചെയ്യുന്നത്, എ ഡോട്ടാണ് അപ്ഡേറ്റ് വർക്ക് ചെയ്യുന്നത്, എ ഡോട്ടാണ് ആഡ് വർക്ക് ചെയ്യുന്നത്. അപ്പം എ ഡോട്ട് ക്ലിയർ കൊടുക്കുക. എ ഡോട്ട് ക്ലിയർ, ഒരു എലമെൻ്റ് അല്ല എല്ലാവരും പോകുന്നതുകൊണ്ട് എ ഡോട്ട് ക്ലിയർ എന്ന് പറഞ്ഞ് മാത്രം കൊടുക്കുക. ഓക്കെ, ഇനി ഫുൾ ആ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡെൽ എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഓക്കെ, സോ ഡെൽ എന്ത് ചെയ്യണം, ഡെല്ലിനകത്ത് ഡോട്ടില്ല, എന്ത് കൊടുക്കുക, ഡെൽ നമ്മുടെ ഏതാണോ ലിസ്റ്റ് സെറ്റ് അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. സെറ്റിൻ്റെ പേരെന്താണ്, എ എന്നാണെങ്കിൽ ഡെൽ എ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും എന്ത് കിട്ടും, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഓഫ് ചെയ്ത് പോകും. ഓക്കെ, ഇനി അടുത്ത സെറ്റും റിലേഷണൽ ഓപ്പറേഷൻസും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.